നമ്മളെ പുതിയ വലയിൽ നിന്ന് പാടത്താണ് ഇട്ടേക്കണത്. നമ്മുടെ ഡിസ്കോവലാണ് കേട്ടോ. നമുക്ക് പാടത്തുനിന്ന് കരിമീന, വാഗ, വരാൽ, ഞണ്ട് അങ്ങനെയുള്ള മീനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇത് കായലിലേക്ക് തുറന്നു കിടക്കുന്ന പാടാണ്. ആദ്യം തന്നെ ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 65 മില്ലിയുടെ വലയാണ് കേട്ടോ ഉള്ളിലിട്ടേക്കണത്. പുറമെ 180 ml വലയാണേ. അപ്പം 65 മില്ലിയുടെ 3 വിരൽ വലിപ്പം മുതൽ മുകളിലോട്ടുള്ള എല്ലാ മീനും കിട്ടുമേ. വീണ്ടും ഒരു കരിമീനാണെന്ന് ഇരിക്കുന്നത്. മീഡിയം ടൈപ്പ് കരിമീനാണ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ. വീണ്ടും കരിമീനാണ്. 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒരെണ്ണം നല്ല മുഴുത്ത കരിമീനാണ്. നേരത്തെ നമ്മൾ ഈ വല കായലിട്ടപ്പോൾ നമുക്ക് ഒത്തിരി മീൻ കിട്ടിയായിരുന്നേ. അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ ചാനലിൽ. രണ്ടാമത്തെ ഒരു മീഡിയം ടൈപ്പ് കരിമീനാണ്. നമ്മൾ കിട്ടുന്ന മീനെ കൊണ്ട് അഴീക്കൽ മാർക്കറ്റിലാണ് കൊടുക്കുന്നത്. വീണ്ടും കരിമീനാണ്. അതും നേരത്തെ കിട്ടിയ ടൈപ്പ് തന്നെ കരിമീനാണ്. അടുത്തതും കരിമീൻ തന്നെയാണ്. നമ്മൾ ഈ മീൻ കൊണ്ട് കൊടുക്കുന്ന വീഡിയോ കൂടി ചെയ്യാവേ ഇതിൻ്റെ കൂട്ടത്തിൽ. വീണ്ടും കരിമീനാണ്. അതിന് 2 എണ്ണം ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ പാടം കായലിലേക്ക് തുറന്ന് കിടക്കുന്ന പാടാണ്. ഇട്ടുവെള്ളത്തിനല്ല, മീൻ കയറി കിടക്കുന്നതാണ്. നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ വലയിടാറുണ്ട്. നമ്മൾ നേരത്തെ വീശിയപ്പോൾ 10-20 മീൻ കിട്ടിയതും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. വീണ്ടും കരിമീനാണ്. ഒരു വടിയെ ചുറ്റി കിടക്കുവാണേ. 2 എണ്ണം ഉണ്ട് കേട്ടോ. പാടത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഉടക്കായിരിക്കും കേട്ടോ. 2 പേരുണ്ടെങ്കിൽ നമുക്ക് ഉടക്കൊക്കെ തീർത്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടാറുണ്ട് കേട്ടോ. അടുത്തതും കരിമീൻ തന്നെയാണ്. അതൊരു മീഡിയം ടൈപ്പ് കരിമീനാണ്. തീരെ ചെറിയ കരിമീൻ നമുക്ക് വല കിട്ടത്തില്ല കേട്ടോ. അടുത്തതും കരിമീനാണ്. അതൊരു മീഡിയം ടൈപ്പാണ്. 65 മില്ലിയുടെ വലയാണ് ഉള്ളിലിട്ടേക്കണം. അതൊക്കെ കിടക്കുന്ന മീനാണ് കിട്ടണത്. അടുത്തതും കരിമീനാണ്. മഴ പെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇവിടെ ചെറിയ ആമയുടെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. ചില മീനൊക്കെ കടിച്ച് തിന്നാറുണ്ട് ഞങ്ങൾ. കിടക്കണതാണ്. അടുത്തൊരു ചെറിയ വരാലാണ്. അത് ചത്തുപോയി കേട്ടോ. നല്ല വരാലാണ്. അടുത്തൊരു വാഗയാണ് കേട്ടോ. ഒരു കരിമീനും ഉണ്ട്. അവിടെ നീല വാഗയാണ് കേട്ടോ. അതിൻ്റെ സീസണായി വരുവാണ് കേട്ടോ. നമുക്ക് ഒത്തിരി കിട്ടും. അത്യാവശ്യം വലിയ സൈസാണ്. 2 കിലോ അടുത്ത് വരും കേട്ടോ. ചത്തിട്ടില്ല. പക്ഷെ നല്ല പരിക്കുണ്ട് കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. നമുക്ക് വളർത്തുകാർക്ക് കൊടുക്കാമായിരുന്നു. നമ്മുടെ ഇടയ്ക്ക് പെറ്റ് ഷോപ്പുകാർ വന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ വാഗൊക്കെ. അവർ നല്ല വിലയും തരും. കരിമീനും മുഴുത്ത കരിമീനാണ്. വീണ്ടും ഒരു കരിമീൻ തന്നെയാണ്. നമുക്ക് വീണ്ടും കരിമീൻ തന്നെയാണ് കിട്ടണേ. ഒരു മീഡിയം ടൈപ്പ് കരിമീനാണ്. അടുത്തൊരു മുഴുത്ത കരിമീനാണ് കേട്ടോ. ഇവിടുന്ന് പിടക്കണ കേട്ടോ. കിട്ടിയതിൽ ഏറ്റവും സൈസ് കരിമീൻ ഇതാണ് കേട്ടോ. അടുത്തൊരു പൂളാനാണ് കേട്ടോ. ഇത് വായിൽ ഉടക്കി കിട്ടണതാണ്. വലിയ കണ്ണി വല ഒറ്റയ്ക്ക് ഉടക്കണത് വായിൽ വല ഉടക്കിയിട്ട് കിട്ടുന്നതാണ്. വീണ്ടും ഒരു കരിമീൻ തന്നെയാണ്. ഒരു മടലുമായിട്ട് പിരിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. അത് അത്യാവശ്യം വലിയ കരിമീനാണ്. അടുത്തതും കരിമീനാണ്. അത് മുഴുത്ത കരിമീനാണ് കേട്ടോ. ഈ സൈഡിൽ വന്നിട്ട് നമുക്ക് എല്ലാം മുഴുത്ത കരിമീനാണ് കേട്ടോ കിട്ടണത്. ചാനൽ ഇഷ്ടമായ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ കയറി കാണണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് സഹായിക്കണേ. വീണ്ടും ആ ടൈപ്പ് തന്നെ കരിമീനാണ്. ഇത് നമ്മുടെ ഡിസ്കോയിലാണ് കേട്ടോ. നമ്മുടെ 3 ലെയർ വലയില്ല, അതാണ്.
അടുത്തതും കരിമീനാണ്, ഒരു മീഡിയം ടൈപ്പ് കരിമീനാണ് കേട്ടോ. വീണ്ടും കരിമീനാണ്. നമുക്കിന്ന് കരിമീനും വരാലും ഒരു വാഗയാണ് കിട്ടിയത്. വാഗയും വരാലൊക്കെ കിട്ടുന്ന മറ്റേ വീടിനകത്തുണ്ട് കേട്ടോ. വീണ്ടും കരിമീനാണ്, അത് മുഴുത്ത കരിമീനാണ്. ഈ സൈഡിൽ ഒത്തിരി കാടുകളൊക്കെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നതാണ് ഈ കരിമീൻ. നമ്മൾ ഇരുട്ടിക്കഴിഞ്ഞാൽ വലയിടണം, അപ്പോൾ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ കിട്ടണതാണ്. അടുത്തതും കരിമീനാണ്, അത് മുഴുത്ത കരിമീനാണ്. വീണ്ടും കരിമീൻ വരുന്നുണ്ട്, അതാ മീഡിയം ടൈപ്പ് കരിമീൻ. 2 കിടപ്പുണ്ട് കേട്ടോ. അതും മീഡിയം ടൈപ്പ് കരിമീനാണ്. 2 കരിമീൻ ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ. 2 കരിമീൻ ഒരു ഞണ്ടും ഉണ്ടേ. അപ്പം നമ്മുടെ വല ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയ മീനിനൊന്നുകൂടി നല്ല പോലെ കാണിച്ചു തരാവേ. ഞണ്ട് ഒറ്റക്കാലിനാണ് കേട്ടോ, റെഡ് ഞണ്ടാണ്, ഒറ്റക്കാലിനായിപ്പോയി, അല്ലെങ്കിൽ നല്ല വില കിട്ടിയേനെ. അതിന് കിട്ടിയ മീനിനെ കാണിച്ചു. അതിന് മുമ്പ് ഒരു വാഗയെ നമുക്ക് വലയിൽ നിന്ന് എടുക്കണേ. വാഗ കൂടി കിടപ്പുണ്ട്, ഇതാണ് വാഗ. പിന്നെ കണ്ണിന് ചെറിയ പരിക്കുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വളർത്താൻ കൊടുക്കാമായിരുന്നു. അത്യാവശ്യം തിരക്കില്ലാത്ത വാഗയാണ്, കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് മുഴുവൻ കിട്ടിയ മീൻ. ഞാൻ ഒന്നുകൂടി പറ്റേ കാണിച്ചു തരാം. നമുക്ക് ഇത്രയും മീനായിട്ടേ നമുക്ക് കിട്ടിയ മീൻ കൊണ്ട് മാർക്കറ്റിൽ കൊടുക്കാവേ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണേ. അത് വീടിൻ്റെ പടിഞ്ഞാപ്പുറത്തുള്ള അമ്പലമാണ്. ഇത് ഞങ്ങളുടെ ഒരു ദ്വീപാണ്, അങ്ങോട്ടുള്ള പാലാണ് കേട്ടോ. ഇത് അങ്ങോട്ടുള്ള വഴികളൊക്കെയാണ്. നമ്മൾ അന്ധകാരനില കേട്ടോ കൊണ്ട് കൊടുക്കണത്. അഴീക്കൽ എന്ന് പറയും. ഒരുമാതിരി വിലയുള്ളത് അവിടെയാണ് കേട്ടോ. ഇത് അഴീക്കലേക്ക് പോണ വഴിയുള്ള പാടങ്ങളാണ്. നമ്മൾ മാർക്കറ്റിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാവേ. 200 രൂപ 200 രൂപ മേടിച്ചോ. 200 രൂപ മേടിച്ചോ. 3 രൂപ 3 രൂപ 400 രൂപ 400 രൂപ 400 രൂപ 400 രൂപ 11 രൂപ 12 രൂപ 13 രൂപ 14 രൂപ 14 രൂപ 14 14 15 രൂപ 15 16 രൂപ 99 കൂടി. നമുക്ക് മൊത്തം 2275 രൂപ കിട്ടിയേ. അവരുടെ കമ്മീഷൻ പോയിട്ട് ബാക്കി 2050. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ.